ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അക്ഷയ് സാർ. അപ്പോൾ 9ാം ക്ലാസ്സിലെ മക്കളാണ്. 9ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ടീച്ചർമാർക്ക് മാത്രം വരുന്നൊരു ഫീലിംഗ് ആണെങ്കിൽ പോലും 8ാം ക്ലാസ്സിലെ 40 മാർക്കിൻ്റെ എക്സാം മാത്രം എഴുതി ശീലിച്ച് ഇപ്പോൾ ഫസ്റ്റ് ടേം 9ാം ക്ലാസ്സിലെ എക്സാം എഴുതിയതോടുകൂടി ചില ആൾക്കെങ്കിലും അയ്യോ 2.5 മണിക്കൂർ കൊണ്ട് ഇതിപ്പോൾ എങ്ങനെയാ എന്നുള്ളൊരു ചിന്തകളൊക്കെ വന്ന് ആകെ ഒരു മന്ദീവാവസ്ഥനത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ, അല്ലേ? ഏതായാലും ഒരു ഫസ്റ്റ് ടേം എക്സാം എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് സെക്കൻഡ് ടേം എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യനിൽ പാറ്റേണിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എക്സ്ട്രാ ഒരു ഡിസ്കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഏതായാലും ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഡിസംബർ 11-ാം തീയതി മുതൽ നിങ്ങൾ സെക്കൻഡ് ടേം എക്സാം എഴുതാൻ പോവാണ്. 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ആദ്യത്തെ 2ാമത്തെയും 3ാമത്തെയും യൂണിറ്റിലുള്ള പോയിന്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്രിസിയേഷനൊക്കെ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ 4ാമത്തെ യൂണിറ്റിലുള്ള വാക്കലോണും നന്നായിട്ട് എന്ത് ചെയ്തോളാം, നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ ഏതായാലും മക്കളെ, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലെസൺ ഉണ്ടല്ലോ. ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടിഫിൻ കാരിയേഴ്സിന്റെ ഡബ്ബാവാലാസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് നമ്മുടെ 9ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരാളെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നാൽ അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളോട് പറയുന്നു. ഇന്റർവ്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ഓർ 6 ക്വസ്റ്റ്യൻസ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള സമയത്ത് വളരെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലാതെ വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ഓൾഡ് ആർ യു, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് അതിന്റെ സ്റ്റാൻഡേർഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ലെറ്റ് മീ ഷോ യു എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. The unparalleled efficiency and അവിടെ and extra കയറി വന്നിട്ടുണ്ട്. And organizational skills of the Dabbawalas have earned them വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ. അല്ലേ? നമ്മുടെ ഡബ്ബാവാലാസിന്റെ ആ ഒരു ഓർഗനൈസേഷണൽ സ്കില്ലും അതുപോലെ അവരുടെ എഫിഷ്യൻസിയും ഒക്കെ അവർക്ക് ലോക ശ്രദ്ധയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിടിച്ചു കൊടുത്തിട്ടുള്ളത്. ആസ് എ ജേർണലിസ്റ്റ് who admires this flawless system, you decide to interview the secretary of the Dabbawala Association. അപ്പോൾ ഇവരുടെ ഈ ഒരു കഴിവിനെ വളരെയധികം അഡ്മയർ ചെയ്യുന്ന നിങ്ങൾ ഒരു TV റിപ്പോർട്ടറോ ന്യൂസ് റിപ്പോർട്ടറോ ആണെങ്കിൽ നിങ്ങൾ അവരെ ഒരു സെക്രട്ടറിയെ, അവരുടെ ഡബ്ബാവാല അസോസിയേഷന്റെ സെക്രട്ടറിയെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ. ദെൻ ഫ്രെയിം എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വുഡ് ആസ്ക് ദ സെക്രട്ടറി. ആ സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ചോദ്യങ്ങൾ. അപ്പോൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് എന്തായാലും വേണം. അഡീഷണൽ ആയിട്ട് 1-2 എഴുതി വെക്കുക. ഒരെണ്ണം തെറ്റിയാലും മറ്റൊന്നും നമുക്ക് മാർക്ക് അവിടെ അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇപ്പൊ ഇവിടെ ഡബ്ബാവാലാസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി ചിലപ്പോൾ നമുക്ക് സോൾ സർഫറിലെ ബെത്തനി ഹാമിൽട്ടനെ നമുക്ക് കയ്യിൽ കിട്ടിയാൽ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ഇനി ബെത്തനിയുടെ ഫാദർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ പറയുമ്പോഴും ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റണം. ഇതിന് ഒരു പ്രത്യേക മോഡലും കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ്, വാട്ട്, വിച്ച്, ഹൂം തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ അറിയണം. ക്വസ്റ്റ്യൻ മേക്കിംഗ് സ്ട്രക്ചറും നമ്മൾ അറിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. സോ ലെറ്റ് മീ ഷോ യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. ഏതാനും ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: How did the Dabbawala system begin and what has been the key to its continued success over the years? എങ്ങനെയാണ് how did the Dabbawala system begin? എങ്ങനെയാണ് ഈ ഡബ്ബാവാല എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തുടങ്ങിയത്? And what has been the key to its continued success over the years? ഇത്രയും കാലം ഇതിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ കാരണമായിട്ടുള്ള ആ ഒരു കീ, ആ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് എന്ന് സെക്രട്ടറിയോട് ആദ്യത്തെ ചോദ്യമായിട്ട് ചോദിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 2: What makes the Dabbawala system so efficient, especially without the use of advanced technology? യാതൊരു തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഇല്ലാതെ എങ്ങനെയാണ് ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങളുടെ ഈ സിസ്റ്റം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 3:
How do you ensure that the tiffins are delivered on time despite Mumbai's traffic and train delays? മുംബൈ എന്ന് പറഞ്ഞാൽ ട്രാഫിക്കിന് പേര് കേട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ട്രെയിൻ ഡിലേ, ഒരുപാട് ട്രെയിനുകൾ ലേറ്റായി വരാറുണ്ട്, ഒക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ളപ്പോഴും എങ്ങനെയാണ് എല്ലാ ടിഫിൻസും കൃത്യസമയത്ത് കൃത്യമായിട്ട് കസ്റ്റമറുടെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. What kind of training do new Dabbawalas undergo before they start working in the system? ഒരു പുതിയ ഡബ്ബാവാല ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, വന്നു കഴിഞ്ഞാൽ what are the trainings will you give? എന്തൊക്കെ ട്രെയിനിങ്സ് ആണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. Question number 5. What challenges do the Dabbawalas face today and how do you overcome them? ഇന്നത്തെ ഡബ്ബാവാലാസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, ഒബ്സ്റ്റക്കിൾസ്, വെല്ലുവിളികളും തടസ്സങ്ങളും ഒക്കെ എന്തൊക്കെയാണ്? ആൻഡ് ഹൗ ഡു യു ഓവർകം ദം? എങ്ങനെയാണ് അവരതിനെ മറികടക്കുന്നത്? നിങ്ങൾ അതിനെ മറികടക്കാൻ അവരെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How do you maintain discipline and coordination among such a large workforce? Dabbawalas is a large workforce. ഒരുപാട് ആളുകളുണ്ട് അല്ലേ? More than 5,000 Dabbawalas are there. അപ്പോൾ ഇത്രയും ആളുകളെ എങ്ങനെയാണ് ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ടും കോർഡിനേഷനോടും കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. Question number 7. With the rise of fast food and food delivery apps, has there been any decline in the demand for Dabbawalas? Decline means കുറവ് അല്ലേ? എന്താണ്? ഇത്രമാത്രം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡിൻ്റെ ആ ഒരു ഷോപ്പുകളും ഫുഡ് ഡെലിവറി ആപ്സും സൊമാറ്റോയും ഒക്കെ ഇറങ്ങിയ ഈ കാലഘട്ടത്തിലും എന്തെങ്കിലും കുറവ് ഈ ഡബ്ബാവാല കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള എണ്ണത്തിൽ എന്തെങ്കിലും കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഏതാനും ചില ക്വസ്റ്റ്യൻസും കൂടിയേ ഉള്ളൂ. ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. Question number 8. Can you explain the alphanumerical coding system used to sort and deliver tiffin boxes and how was it developed? ആ ഒരു ആൽഫാ ന്യൂമറിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് എന്ന് നമുക്ക് ചോദിക്കാം. Question number 9. How has the recognition from international organizations and figures like Prince Charles impacted the Dabbawala community? ആ ഒരു ഡബ്ബാവാല സിസ്റ്റം, അവരുടെ ആൽഫാ ന്യൂമറിക്കൽ സിസ്റ്റം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈവൻ പ്രിൻസ് ചാൾസ് വരെ അതിനെ എടുത്തു പ്രശംസിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഡബ്ബാവാല കമ്മ്യൂണിറ്റിയെ ഇമ്പാക്ട് ചെയ്തത്, അവരത് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. What plans, if any, do you have for the future of the Dabbawala system? ഡബ്ബാവാല സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനുകൾ വെച്ചിട്ടുണ്ടോ? ആൻഡ് വിൽ യു ഇൻകോർപ്പറേറ്റ് ന്യൂ ടെക്നോളജീസ്? ഇത്രയും ടെക്നോളജി ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതിയ ടെക്നോളജി നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുമോ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റും. സോ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ മോഡൽ. ഇതൊരു മോഡൽ മാത്രമാണ്. ഈ വരുന്ന എക്സാമിന് ഡബ്ബാവാലയുടെ സെക്രട്ടറിയെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ വന്നാൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ആരെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാലും അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതിന് നിങ്ങൾ ബെത്തനിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം എഴുതി വെക്കുക. ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തം എഴുതി നോക്കുക. സ്വന്തം എഴുതിയാൽ മാത്രമേ റൈറ്റിംഗ് സ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോഴേ ഇംപ്രൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അതിന് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. I'll be right back with yet another discourse and yet another video. Thank you so much.